ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. ഒരിക്കലും മഹാപരിവായുടെ അടുക്കൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് വന്നു. അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം ഉപേക്ഷിച്ചു, ഇനി 6 മാസേ കാലമുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ എന്തോ ജന്മാന്തരകൃതമായിട്ടുള്ള സുഹൃതം കൊണ്ട് ഈ മഹാസ്വാമികളെ വന്ന് കാണാനുള്ള ഭാഗ്യം. നമസ്കാരം ടീച്ചറെ, സ്വാഗതം. നമസ്തേ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വേദങ്ങളെക്കുറിച്ചും ഋഷിമാരുടെ ഈ വേദമന്ത്രങ്ങൾ, അനുബന്ധ ശാസ്ത്രങ്ങൾ, അതിൽ ഋഷിമാർ നൽകിയ സംഭാവനയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇപ്പോൾ ചില മന്ത്രങ്ങൾ, ഇപ്പം ചികിത്സയുടെ കാര്യമൊക്കെ പറഞ്ഞു, ഔഷധങ്ങളുടെ കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. വേദങ്ങളിൽ ഔഷധങ്ങളെ സംബന്ധിച്ച് പരാമർശങ്ങളുണ്ടെന്ന് പറയും. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് ചില മന്ത്രങ്ങൾ ചൊല്ലിയാൽ തന്നെ ചില രോഗങ്ങളൊക്കെ മാറും എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഇതിൻ്റെ വാസ്തവം എന്താണ്? ടീച്ചർക്ക് അതൊന്ന് വിശദീകരിക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വേദത്തിൽ പ്രധാനമായിട്ടുള്ളൊരു പരാമർശ വിഷയം എന്ന് പറയുന്നത് അലൗകികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമുക്ക് പ്രത്യക്ഷം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മളൊരു കാര്യം അനുമാനം ഉണ്ട്. അനുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആചാര്യന്മാർ സ്ഥിരം പറയുന്ന ഉദാഹരണമാണ്. ദൂരെ ഒരിടത്ത് പുക കാണുമ്പോൾ നമുക്കറിയാം അവിടെ തീയുണ്ട്. പക്ഷെ ഈ പ്രത്യക്ഷത്തിലൂടെ അനുമാനത്തിലൂടെയും നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പം അതിന് വേണമെങ്കിൽ നമുക്ക് സാമാന്യ ഭാഷയിൽ അലൗകികം എന്ന് പറയാം. അപ്പം അതായത് നമുക്ക് അവിടെ പ്രൂഫ് കൊടുക്കാൻ പറ്റില്ല. അപ്പം ധാരാളം പേർക്ക് അനുഭവം ഉണ്ടായിരിക്കും, തെളിവ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ധാരാളം പേർക്ക് അനുഭവം ഉണ്ടായിരിക്കും. ചില മാരകമായിട്ടുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ കുട്ടി ഉണ്ടാകുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം ചികിത്സ ചെയ്തു, മാരകമായിട്ടുള്ള രോഗം വന്നു, ഡോക്ടർ പറഞ്ഞു രക്ഷയില്ല, 6 മാസേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ ഏതെങ്കിലും ഒരു ആചാര്യൻ പറയും ഇന്ന മന്ത്രം ചൊല്ലിയാൽ മതി എന്ന് പറയും. അപ്പൊ അത് നിരന്തരമായിട്ട് ഉപാസിക്കുമ്പോൾ ആ രോഗം മാറുന്നു. പക്ഷെ വേണമെങ്കിൽ തർക്കിക്കുന്നവർക്ക് ചോദിക്കാം, ഇത് അതുകൊണ്ടാണോ മാറിയത്? ഇവിടെ നമുക്ക് കൊടുക്കാൻ ഒരു പ്രൂഫില്ല. പക്ഷേ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുണ്ട് അലൗകികമായിട്ടുള്ള ഉപായങ്ങൾ. അതായത് നമുക്കിനി വേറൊരു വഴിയില്ല. അങ്ങനെയുള്ളപ്പോഴാണല്ലോ നമ്മൾ പലപ്പോഴും ഈശ്വരനെ ആശ്രയിക്കുന്നത്. അപ്പൊ ഈശ്വരന്റെ ആ രീതികൾ എന്ന് പറഞ്ഞാൽ വളരെ നിഗൂഢമാണ്. അപ്പോൾ ആ അലൗകികമായിട്ടുള്ള ഉപായങ്ങളാണ് ഒന്ന് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ ഈ മന്ത്രങ്ങൾ കൊണ്ട് ശരിക്ക് ശക്തിയുണ്ട്, അതാ ഭാവത്തിൽ ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാകും. ഈ ഇത്തരത്തിലുള്ള ഈ മന്ത്രങ്ങൾ ഇങ്ങനെ, അത് 4 വേദങ്ങളിലും അത്തരം മന്ത്രങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഒരു ഗുരുപദേശം പോലെ, ഇപ്പം ആചാര്യനാണ് പറയേണ്ടത് ഇന്ന മന്ത്രം ചൊല്ലിക്കോ, അല്ലെങ്കിൽ ഇപ്പോൾ ഗായത്രി മന്ത്രം ചൊല്ലിയാൽ ഇന്ന അനുഭവം ഉണ്ടാകും. ചിലപ്പോൾ അതേ കാര്യം വേറൊരാളുടെ അടുത്ത് അങ്ങനെ പറയണമെന്നില്ല, അല്ലേ? അപ്പോൾ അലൗകികമായ ആ ഒരു ഈ മന്ത്രാലാപനം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന രോഗമുക്തി, അല്ലെങ്കിൽ ശാന്തി, സമാധാനം, ഇതൊക്കെ വേദങ്ങളിൽ, മന്ത്രങ്ങളിൽ ഇതുമൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. വേദങ്ങളിൽ മാത്രമല്ല, ഇപ്പൊ നമുക്ക് വളരെ പ്രത്യക്ഷമായിട്ട് അറിയാം നാരായണീയം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വാതരോഗം വന്നിട്ട് വേറെ ഒരു വഴിയില്ലാതെ ഭഗവാനെ ആശ്രയിച്ചു, അല്ലേ? അപ്പൊ ആ നാരായണീയം എഴുതി തീർന്ന് ആ ഭഗവാനെ, ഗുരുവായൂരപ്പനെ ഉപാസിച്ചിട്ടാണല്ലോ വാതരോഗം പോയത്. അപ്പോൾ വേദത്തിൽ മാത്രമല്ല, അതായത് ആ ഒരു വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ആത്മാർത്ഥമായിട്ടുള്ള ഉപാസനയും ഒപ്പം മന്ത്രാലാപനവും, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഈ സദ്ഫലം ഉണ്ടാകുന്നത് എന്നാണ് ടീച്ചർ പറയുന്നത്. അതിനൊരു മറ്റൊരു ഉദാഹരണം കൂടെ പറയും. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഈ ആധുനിക കാലത്തുള്ള അദ്ദേഹത്തിന് ഒരിക്കലല്ല 2 വട്ടം ശബ്ദം പോയി. 2 വട്ടവും അദ്ദേഹം ഈ ഗുരുവായൂർ ഭജനം, ഗുരുവായൂരപ്പനെ ഭജിച്ചിട്ടാണ് അദ്ദേഹത്തിന് ശബ്ദം തിരിച്ചു കിട്ടിയതെന്ന് അദ്ദേഹം പറയുന്നു. നമ്മളത് സ്വീകരിക്കുന്നു. പക്ഷെ ഇതല്ലാതെ മറ്റൊരു ചരിതം പറയുന്നുണ്ട്. അതായത് ഒരിക്കലും മഹാപരിവായുടെ അടുക്കൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് വന്നു. അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം ഉപേക്ഷിച്ചു, ഇനി 6 മാസേ കാലമുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ എന്തോ ജന്മാന്തരകൃതമായിട്ടുള്ള സുഹൃതം കൊണ്ട് ഈ മഹാസ്വാമികളെ വന്ന് കാണാൻ തോന്നി. അപ്പോൾ മഹാസ്വാമികളോട് വന്നിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു അസുഖമാണ്, എങ്ങനെയെങ്കിലും അതൊന്ന് മാറ്റിത്തരണം, എന്നെ രക്ഷിക്കണം, കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മഹാസ്വാമികൾ പറഞ്ഞു, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. എന്നിട്ട് പറഞ്ഞു, നാരായണീയത്തിലെ 8ാം ദശകത്തിലെ 13ാമത്തെ ശ്ലോകം, അസ്മിൻ പരാത്മൻ നനുപാത്മ കൽപ്പേ എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. 4 വരിയേ ഉള്ളൂ.
അപ്പൊ അദ്ദേഹം പറഞ്ഞു സർവ്വ ദുഃഖങ്ങളെയും അതെ സർവ്വരോഗങ്ങളെയും ഹനിക്കുന്നതെന്ന് പറയുന്ന ആ ഒരു ശ്ലോകം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഒരു ശ്ലോകം നീ എല്ലാ ദിവസവും നാരായണീയത്തിലെ ഈ 8ാം ദശകത്തിലെ 13ാമത്തെ ശ്ലോകം ഒരു ദിവസം 18 തവണ വെച്ച് നിരന്തരമായിട്ട് നീ ഇത് ചൊല്ലുക, നിന്റെ അസുഖം ഭേദമാകും. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആശ്രമത്തിലുള്ള ഒരു അന്തേവാസിയെ വിളിച്ചിട്ട് ഈ ശ്ലോകം ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് എഴുതി കൊടുക്കാനും പറഞ്ഞു. ഇദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി ഇത് ഈ ആചാര്യർ പറഞ്ഞതുപോലെ ചെയ്തു. അദ്ദേഹത്തിന്റെ രോഗം ഭേദമായി, രോഗമുക്തി ഉണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ധാരാളം മന്ത്രങ്ങൾക്ക് ഫലമുണ്ട്. ടീച്ചറെ, ഈ ഏതെങ്കിലും ഒരു പ്രത്യേക രോഗത്തിന് പരിഹാരമായിട്ട് അല്ലെങ്കിൽ അതിന് ശാന്തി ഉണ്ടാകാൻ, അതിനെ നിവാരണം ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക മന്ത്രം വേദങ്ങളിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഋഷിമാർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന ഉണ്ടോ? നമുക്കതിനെക്കുറിച്ച് എന്താ വിശദീകരിക്കാൻ സാധിക്കുക? അത് പലതരത്തിലുണ്ട്. ഒന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വേദങ്ങളിൽ മാത്രമല്ല, നാരായണീയം പോലെയുള്ള ഗ്രന്ഥങ്ങൾ, നാരായണീയം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ആ ശ്ലോകങ്ങളെല്ലാം നോക്കിയാൽ അറിയാം രോഗനിവാരണത്തിന് വേണ്ടിയിട്ടാണ് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നത് എന്ന്. ചില ഗ്രന്ഥങ്ങളിൽ ഫലശ്രുതിയായിട്ട് അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം അത് സാക്ഷാത്കരിച്ചതായിരിക്കും അദ്ദേഹം. ഈ ഗ്രന്ഥകർത്താവായ ഋഷി അല്ലെങ്കിൽ മഹർഷി അല്ലെങ്കിൽ മുനി മന്ത്രം രചിച്ച ആ ഋഷി അല്ലെങ്കിൽ ഒരു സന്യാസി വര്യനായിക്കോട്ടെ, ഒരു മേൽപ്പത്തൂരിനെ പോലെയുള്ള മഹാത്മാവായിക്കോട്ടെ, അവരൊരു പക്ഷേ ആ ശ്ലോകത്തിൽ എവിടെയെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫലശ്രുതിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ സ്തോത്രങ്ങളിൽ നിന്ന് ഇപ്പം മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ശ്ലോകം എടുത്ത് ഇപ്പം മഹാപരിവാവയെ പോലെയുള്ള മഹാത്മാക്കൾ വേറെ ആർക്കെങ്കിലും ഉപദേശിച്ചു കൊടുക്കും. അപ്പം നമുക്ക് മനസ്സിലാകും ഇന്ന ശ്ലോകം ഇന്നതിനുള്ളതാണ് എന്ന്. അപ്പം ഞാനിതിനൊരു ഉദാഹരണം പറയാം. തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു മഹാത്മാവാണ് അപ്പയ്യ ദീക്ഷിതർ. കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മഹാത്മാവായിരുന്നു. പിന്നീട് അദ്ദേഹം വളരെ പ്രശസ്തനായി. അപ്പം അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിൽ അദ്ദേഹം അച്ഛനിൽ നിന്നാണ് ഈ ആധ്യാത്മിക കാര്യങ്ങളും വേദപരമായിട്ടുള്ള അറിവുകളും എല്ലാം ലഭിച്ചത്. ഏകദേശം ഒരു 20 വയസ്സിനുള്ളിൽ തന്നെ അദ്ദേഹം അത്രമാത്രം അവിടെ പ്രശസ്തനായി. ബ്രഹ്മസൂത്ര ഭാഷ്യത്തിന് വരെ അദ്ദേഹം വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഏകദേശം ഒരു 104 ഗ്രന്ഥങ്ങളോളം അദ്ദേഹം രചിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം നമുക്കുള്ള സന്ദേശങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രശസ്തിയിൽ സ്വാഭാവികമായിട്ടും അന്നുള്ള ചിലർ വളരെയധികം അസൂയ പൂണ്ടു. അപ്പോൾ ഇദ്ദേഹത്തിനെ ആക്രമിക്കാനായിട്ടുള്ള പദ്ധതി തയ്യാറാക്കി. അപ്പോൾ ഇദ്ദേഹം ഇത് അറിഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന സമയത്ത് ഇതുപോലെ ആക്രമണങ്ങൾ ഉണ്ടാകാം എന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. ഇപ്പം നമ്മളെന്ന് പറയത്തില്ലേ കൊട്ടേഷന് ആളെ വെച്ചു എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിനെ ആക്രമിക്കാനായിട്ട് ആളുകളെ ഏർപ്പെടുത്തി. അപ്പോൾ അവരിൽ നിന്നും രക്ഷ നേടാനായിട്ട് ആ ആക്രമണം വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം രചിച്ച സ്തോത്രമാണ് മാർഗബന്ധു സ്തോത്രം. വളരെ പ്രശസ്തമാണ്. ഇപ്പം മാർഗതടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടാൻ. അതെ. ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. വളരെ ഈണത്തിൽ ചൊല്ലാൻ പറ്റുന്ന ഒരു സ്തോത്രമാണ്. നമ്മൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ സൂര്യഗായത്രിയും കൂട്ടരും ഒക്കെ ചൊല്ലുന്നുമുണ്ട്. അതുപോലെ തന്നെ ശ്രീരമണ ചരണ തീർത്ഥർ പൂർവാശ്രമത്തിലെ നൊച്ചൂർ എന്ന് അറിയപ്പെട്ടിരുന്ന അദ്ദേഹം അദ്ദേഹം ചൊല്ലിയത് യൂട്യൂബിലുണ്ട്. അദ്ദേഹം പല സമയത്തും ഇത് ചൊല്ലാറുണ്ട്. അപ്പോൾ ഈ മാർഗബന്ധു എന്ന് പറഞ്ഞാൽ അതിന് 2 അർത്ഥമുണ്ട്. ഒന്ന് നമ്മൾ നടക്കുമ്പോൾ മാർഗത്തിലുള്ള തടസ്സം, അല്ലെങ്കിൽ ജീവിതമാകുന്ന മാർഗത്തിലെ തടസ്സങ്ങളെല്ലാം നീക്കണമേ എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ഈ ശത്രുക്കളെ എല്ലാം ഇല്ലാതാക്കി എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ വന്ന ഒരു സ്തോത്രമാണ്. അതുകൊണ്ട് നമ്മളോട് ആചാര്യന്മാർ പറയുന്നു. അപ്പം ഞാൻ എനിക്ക് പരിചയമുള്ളതോ അല്ലെങ്കിൽ ഭക്തജനങ്ങളുമായിട്ട് തീർത്ഥയാത്ര പോകാറുണ്ട്. ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭാരതത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം എന്താണ്, എന്തൊക്കെയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്, പോകാറുണ്ട്. അപ്പം ഞങ്ങളതിൽ ആദ്യം ചെയ്യുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ചില പ്രധാനപ്പെട്ട സ്തോത്രങ്ങൾ പ്രിന്റ് ചെയ്ത് എല്ലാവർക്കും അതിൻ്റെ കോപ്പി കൊടുക്കും. എന്നിട്ട് എല്ലാ ദിവസവും ഇപ്പോൾ ബസ്സിൽ കയറുമ്പോൾ ഈ സ്തോത്രം നമ്മൾ ഇപ്പോൾ സൂര്യഗായത്രി യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ ബസ്സിൽ ഇതിടും.
എല്ലാവരും ഈ പേപ്പർ വെച്ച് കൂടെ ചൊല്ലും. ഇപ്പോൾ ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് 2-3 സ്തോത്രങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അത് അവർക്ക് വളരെ പരിചിതമാകും. ഈ മാർഗബന്ധു സ്തോത്രം അപ്പയ്യ ദീക്ഷിതരുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ ഒരു സംഭവമാണ്, അദ്ദേഹത്തിന് അനുഭവമായതാണ്. പിന്നെ ഇതുപോലെ ആചാര്യന്മാരെ നമുക്ക് ഉപദേശിച്ചു തരുന്നത് ഒക്കെ നമുക്ക് ഇതുപോലുള്ള ഫലസിദ്ധിക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ. അതായത് ഈ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വേദമന്ത്രങ്ങളും ഇത്തരം സ്തോത്രങ്ങളും എല്ലാം ഇങ്ങനെ ജീവിതത്തിൻ്റെ ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ, ചില പ്രത്യേക നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഈ ആപത്തിലകപ്പെട്ട് സ്തംഭിച്ച് നിൽക്കുന്ന ചില അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അത്തരം അവസരങ്ങളിൽ ഇത് നമ്മൾ എടുത്ത് ആലപിക്കുകയും ചൊല്ലുകയൊക്കെ ചെയ്താൽ വളരെ പെട്ടെന്ന് ആ തടസ്സം ഒഴിവാകുകയും അല്ലെങ്കിൽ ആ സ്തംഭനാവസ്ഥയിൽ നിന്ന് നമ്മൾ മോചിതരാകുകയും നമുക്ക് ശരിയായ മാർഗം നമ്മുടെ മുന്നിൽ തെളിയുകയും ചെയ്യും എന്നാണ്. ഇത് അനുഭവത്തിൻ്റെ തലത്തിൽ നിന്ന് അനുഭവസ്ഥരായ ആൾക്കാർക്ക് പറയാനുള്ളതാണ്. അതിൻ്റെ യുക്തിയൊന്നും അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല. ഒരു സങ്കല്പത്തിൽ നിന്ന് നമ്മുടെ അനുഭവത്തിലേക്ക് വരുന്ന കാര്യങ്ങളാണ്, യുക്തിക്കും അതീതമായിട്ടാണ്. എന്തായാലും നമുക്ക് ഇത്തരം അനുഭവങ്ങൾ, ഈ ഇങ്ങനത്തെ ചില പ്രത്യേക അനുഭവങ്ങൾ, അതിനെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ സാധിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. എന്തായാലും അടുത്തൊരു എപ്പിസോഡിലേക്ക് നമുക്ക് വേദങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരാം. നന്ദി. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പറിൽ ബന്ധപ്പെടുക.